മോട്ടോയുടെ ലേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. 8GB റാമിൽ 512GB എന്ന് പറയുന്ന ഹ്യൂജ് മെമ്മറി വേരിയന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഖത്തറിൽ അവൈലബിൾ ആവുന്നത്. നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ 8GB റാമിൽ 128 മെമ്മറിയിലാണ് അവൈലബിൾ ആവുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇന്ത്യൻ വേരിയന്റ് ഗ്ലോബൽ വേരിയന്റ് തമ്മിൽ ചെറുതായിട്ടുള്ള സ്പെസിഫിക്കേഷൻ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതാണ്. Moto G86 പവർ, ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പേര്. നമുക്ക് നോക്കാം ഈ ഒരു സ്മാർട്ട് ഫോൺ പവർഫുൾ ആണോ ഇല്ല എന്നത്. എന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ 33 വാട്ടിന്റെ ചാർജർ അഡാപ്റ്റർ, ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഫോണിന്റെ കളർ എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല കിഡിലൻ ഒരു ബാക്ക് കേസും വരുന്നുണ്ട്. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. ഇതിൻ്റെ ഒക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ പറയുന്നില്ല. അത്തരത്തിൽ പറയാൻ നിന്നാൽ നിങ്ങൾക്കൊട്ട് നട്ടം തിരികെയില്ല, എനിക്ക് നേരം വെളുക്കുകയും ചെയ്യും. എനിവേ പിങ്ക്, ഡാർക്ക് ബ്ലൂ, ഗ്രീനി, ഈ ഒരു 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആവുന്നത്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ യൂസ് ചെയ്തിരിക്കുന്നത് PU സോഫ്റ്റ് വീഗൻ ലെതർ ആണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു റബ്ബറൈസ്ഡ് ഫീലാണ് നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ബോഡി ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 8.65 mm ബോഡി തിക്നെസ്സും 198 gram ആണ് ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ട് ആണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. താഴ്വശത്താണ് ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ കില്ല് കാണാൻ സാധിക്കും. ഒറ്റ നോട്ടിൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒട്ടുമിക്ക മോട്ടോ സ്മാർട്ട് ഫോണിൻ്റെയും സിമിലർ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം തന്നെ IP68 and 69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഡിസ്പ്ലേ വരുന്നത് 6.67 ഇഞ്ചിന്റെ POLED ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിന്റെ 7i ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 4500 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് പുറത്തൊക്കെ പോയാൽ തന്നെ ഏതൊരു സിറ്റുവേഷനിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 460 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. HDR10+ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ താരതമ്യേന ബെസൽസും കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് തന്നെ കിഡിലനായിട്ടുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്മാർട്ട് വാട്ടർ ടച്ച് 2.0 ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വെറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വെള്ളത്തിൽ നിന്ന് എടുത്താൽ പോലും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ കിഡിലനായിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം ബാറ്ററി തന്നെയാണ്. 6720 mAh ഹ്യൂജ് ബാറ്ററിയാണ് ഇന്ത്യൻ ഗ്ലോബൽ വേരിയന്റിൽ അവൈലബിൾ ആവുന്നത്. 33 വാട്ടാണ് ഇന്ത്യൻ വേരിയന്റിൽ സപ്പോർട്ട് എങ്കിൽ ഗ്ലോബൽ വേരിയന്റിൽ 30 വാട്ടാണ് സപ്പോർട്ട്. പക്ഷേ ബോക്സിനകത്ത് നമുക്ക് 33 വാട്ടിന്റെ ചാർജറാണ് കൂടെ ലഭിക്കുന്നത്. പക്ഷേ കിഡിലനായിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടി നമുക്ക് ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം 2 ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജർ കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. എനിവേ പെർഫോമൻസ് ആയിട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗ്ലോബൽ വേരിയന്റിൽ വരുന്നത് MediaTek Dimensity 7300 എന്ന് പറയുന്ന 5G പ്രോസസർ ആണെങ്കിൽ ഇന്ത്യൻ വേരിയന്റിൽ അത് 7400 ആണ് വരുന്നത്. ഒക്ടാ കോറിൽ 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഇനി പെർഫോമൻസ് ആയിട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. എനിക്ക് ഈ ഒരു സമയം വരെ യൂസ് ചെയ്തിട്ട് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റോളം ഞാനിതിൽ കളിച്ച് എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഗിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിം പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും ഇതൊരു പ്രോ ലെവൽ ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോണോ കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരു നോർമൽ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിൽ ലഭിക്കുന്നതാണ്. എനിവേ ഇന്ത്യയിൽ 8GB റാമിൽ 128ഉം ഗ്ലോബലിൽ 8GB റാമിൽ 512GB മെമ്മറി വേരിയന്റിലാണ് വരുന്നത്. അപ് ടു 1TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ് ടു 16GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ വേരിയന്റിൽ 10ഓളം 5G ബാൻഡാണ് വരുന്നത്. ഈ ഒരു ഗ്ലോബൽ വേരിയന്റിലാണെങ്കിൽ 14ഓളം 5G ബാൻഡ് വരുന്നുണ്ട്. മാത്രമല്ല
ഇന്ത്യൻ വേരിയന്റിൽ നമുക്ക് ഇ സിം കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഈ ഒരു ഗ്ലോബൽ വേരിയന്റിൽ നമുക്ക് ഇ സിം കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡും അതുപോലെ തന്നെ ഒരു ഇ സിം കാർഡും നമുക്കിതിൽ നെറ്റ്വർക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ 2 ആക്സസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ ഒരു സമയം. അതായത് ഒന്നുകിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് ഇ സിം കാർഡ്, അല്ലെങ്കിൽ 2 നാനോ സിം കാർഡ് എന്നുള്ള രീതിയിലാണ് നമുക്കിതിൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഇനി കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, വൈഫൈയുടെ 6 ആണ് വരുന്നത്, ബ്ലൂടൂത്തിന്റെ 5.4 ആണ് വരുന്നത്. ഗ്ലോബൽ വേരിയന്റിൽ NFC സപ്പോർട്ടാണ്. ഇന്ത്യൻ വേരിയന്റിൽ തൽക്കാലം നിങ്ങൾ ടാപ്പ് ആൻഡ് പേ ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ NFC സപ്പോർട്ട് അല്ല. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഹലോ UIയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ വേരിയന്റിൽ 1 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്തെങ്കിൽ ഈ ഒരു ഗ്ലോബൽ വേരിയന്റിൽ സ്പെസിഫൈ ചെയ്തിട്ട് ഇത്ര വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ 1 വർഷമാകാം, അല്ലെങ്കിൽ 2 വർഷമാകാം. പക്ഷേ 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവർ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂസർ ഇന്റർഫേസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ചെറുതായിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ബ്ലോട്ടേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒട്ടനവധി AI ഫീച്ചേഴ്സ്, ഗൂഗിൾ ജെമിനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച്, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അത് എറേസ് ആണെങ്കിലും അല്ലെങ്കിൽ എൻഹാൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ്, ട്രാൻസ്ക്രൈബ് തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഈ കാലത്ത് ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിലും കണ്ടുവരുന്ന AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു സമയം വരെ എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഒരു നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, പക്ഷേ സൂപ്പർ ലൗഡി അല്ല, എങ്കിലും ഒരു കിടിലൻ സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. ക്യാമറയെ കുറിച്ച് പറയാനാണെങ്കിൽ 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ സോണിയുടെ ലിറ്റിയ 600 സെൻസറോട് കൂടിയിട്ടുള്ള OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് വരുന്നത്. മൂന്നാമത്തത് ഫ്ലിക്കർ സെൻസർ ആണ്. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണിലെ പ്രൈസ് സെഗ്മെന്റ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡീസെന്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കളേഴ്സ് ഒക്കെ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സമയത്താണ് മിക്ക സമയത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിഡിലൻ ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ സൂമൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കുറവ് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡേ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും ഈവൻ HDR പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് അൾട്രാ വൈഡിലെ ഫോട്ടോസിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡേ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDR ഫോട്ടോസിൻ്റെ കാര്യമാണെങ്കിലും ഇവൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ക്യാമറയിൽ നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ വീഡിയോ സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മികച്ച രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ഉള്ളത് എന്ന്. നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസ് കാണാൻ സാധിക്കും. ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തത്. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി തന്നെയാണ്. നല്ല സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലിറ്റിയും കിഡിലനായിട്ടുള്ള HDR പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡൗട്ടിൻ്റെ കാര്യമില്ല, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ തോന്നിയിട്ടുള്ളത് ആ ഒരു കാര്യം ഒന്ന് കമന്റ് ചെയ്തോളി. മോട്ടോ G86 പവറിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ പറയുന്നതിന് മുമ്പ് ഇന്ത്യയിൽ 8+128 16,999 റുപ്പീസ് ആണെങ്കിൽ ഇവിടെ ഖത്തറിൽ 8+128 ഇല്ല, 8+256 GB ഇല്ല, 8+512 GB 999 ഖത്തറിയാൽ. ഏകദേശം ഇന്ത്യയുടെ 24,000 രൂപയാണ് ഇതിന് പ്രൈസ് ഒഫീഷ്യലി വരുന്നത്. ഓൾ ഓവർ GCC ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുന്നതാണ്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തേത് മെമ്മറി തന്നെയാണ്. 512 GB എന്ന് പറയുന്ന ഹ്യൂജ് മെമ്മറി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെമ്മറി ഫുള്ളാവുന്നതല്ല.
6720 mAh ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ്, ഹാർഡ്വെയർ പെർഫോമൻസ്, സോഫ്റ്റ്വെയർ പെർഫോമൻസ്, നല്ല കിഡിലനായിട്ടുള്ള ഡിസ്പ്ലേ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. IP69 റേറ്റഡോടുകൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഇത്രയും വലിയൊരു ബാറ്ററി ആയതുകൊണ്ട് തന്നെ ആ ഒരു 33 വാട്ടിനേക്കാൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജർ കൊടുക്കാമായിരുന്നെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കുറച്ചും കൂടി വർഷത്തെ കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്നാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നല്ല രീതിയിലുള്ള മെമ്മറി കപ്പാസിറ്റി ഉള്ള, അതുപോലെ തന്നെ ഓവറോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് തേടുന്നെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് തന്നെ യൂസ്ഫുൾ ആവുന്നതാണ്. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.